ഗുളിക കഴിച്ചായിരുന്നോ? രാവിലത്തെ ഗുളിക കഴിച്ചായിരുന്നു മോളെ. ഈ പഞ്ചായത്തിലെ എല്ലാ പിള്ളേർക്കും A+ ഉണ്ട്. നമ്മുടെ കൊച്ചിന് മാത്രമേ ഉള്ളൂ B+ഉം Cയും Aയും ഒക്കെ. +1 അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാ. എന്ത് ചെയ്യുമെന്ന്. നമ്മുടെ മോന്റെ കാര്യം എന്തായി മോളെ? എല്ലായിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടമ്മേ. ഇനി കിട്ടുന്ന കാര്യമാണ്. മാർക്ക് കുറവായതുകൊണ്ട് കുറച്ച് പാടാ. അല്ലെങ്കിൽ പിന്നെ വല്ല പാർലർ കോളേജ് വല്ലതും നോക്കേണ്ടി വരും. വിമലയാണോ? ഇനി കയറി പോരെ. അവിടുത്തെ വീട്ടിലെ വിമലയാ വന്നിരിക്കുന്നത്. അവിടെ മോക്ക് ഫുൾ A+ ഉണ്ട്. ഇനി അവളുടെ കുറെ പൊങ്ങച്ചം കൂടെ കേൾക്കാം. ശരിയാ. രണ്ടുപേരുടെ ഇന്ന് കാര്യം പറയുമായിരുന്നോ? ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. നീ ഇരിക്ക്. വിമല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചെറിയൊരു വിശേഷം ഉണ്ടമ്മേ. മോള് 10ാം ക്ലാസ്സിലായിരുന്നേ. അപ്പൊ മോക്ക് ഫുൾ A+ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് സീറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയതാ. പിന്നെ ഇവിടുത്തെ മോനും 10ാം ക്ലാസ്സിലല്ലായിരുന്നോ? അവനെങ്ങനെയുണ്ട് മാർക്ക്? അവന് B+ഉം Cയും Aയും ഒക്കെ ഉള്ളു വിമലെ. അവന് മാർക്ക് കുറവാ. ആന്നോ? അയ്യോ, ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പമായിരുന്നല്ലോ മോള് പറഞ്ഞത്. അല്ല, മോളങ്ങനെ പറഞ്ഞേ. അതിപ്പം വീട്ടിലെ മോളുടെ കാര്യം പറയാനാണെങ്കിൽ അവൾക്ക് പഠിത്തമെന്ന് മാത്രമേ ഉള്ളൂ ചിന്ത. സ്കൂളിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, ഇത് മാത്രം അവളുടെ ചിന്ത. പെൺപിള്ളേരല്ലേ, ഇതൊക്കെ പഠിച്ചോളും. ആൺപിള്ളേരുടെ കൂട്ടല്ലല്ലോ. പിന്നെ അവൾക്ക് ഈ ഫുൾ A+ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ +1 അഡ്മിഷൻ കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അവൾക്ക് പിന്നെ സയൻസ് എടുക്കണമെന്നാണ് ആഗ്രഹം കേട്ടോ. അവൾക്ക് സയൻസ് എടുത്ത് എൻട്രൻസ് എഴുതണമെന്നോ പിന്നെ ഡോക്ടർ ആവണമെന്നോ ഒക്കെയാ. പിള്ളേരല്ലയോ, പഠിക്കുന്ന പിള്ളേരല്ലയോ, അവർക്ക് നല്ല ആഗ്രഹങ്ങളൊക്കെ കാണും. പിന്നെ ദൈവത്തിന്റെ സഹായം കൊണ്ട് അതെല്ലാം അങ്ങ് സാധിച്ചു കൊടുത്താൽ മതി. അയ്യോ, മോനിനി +1 അഡ്മിഷൻ കിട്ടുന്ന കാര്യം ഇച്ചിരി പാടാണല്ലോ. വല്ല കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ വല്ല നോക്ക്. അത് തന്നെ പാടായിരിക്കും. പിന്നെ വല്ല പാർലർ കോളേജിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. അല്ലാതെ എന്തോ ചെയ്യാനാ. മോനെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വിമലെ. പിന്നെ നമുക്ക് നോക്കാൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ, എന്നിട്ട് തീരുമാനിക്കാം. പാർലർ കോളേജിൽ വിടണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നൊക്കെ നമുക്ക് എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. എല്ലാ പിള്ളേരും ഒരുപോലെ ഇരിക്കുന്നില്ലല്ലോ. ചിലർ മിടുക്കന്മാരായിട്ട് മിടുക്കികളൊക്കെ ആയിരിക്കും, ചിലർ കുറച്ച് മണ്ട. അങ്ങനെ പറഞ്ഞതല്ല, കുറച്ച് അങ്ങനെ ഇതായിരിക്കും. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ബുദ്ധി കൊടുക്കത്തില്ലല്ലോ ഈശ്വരൻ. തന്നെയല്ല, മോളായതുകൊണ്ട് പറയുമല്ല, അവൾക്ക് ഒരു ക്ലാസ് പോലും അവൾ മിസ്സാക്കിയിട്ടില്ല. അവൾക്ക് പിന്നെ പഠിത്തം തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊച്ചിൻ്റെ പഠിത്തം നിങ്ങൾ തന്നെയാണ് നശിപ്പിച്ചത്. കാരണം ഈ പിന്നെ 10ാം ക്ലാസ് ആയിട്ട് കൊച്ചിനെ ജൂഡോന്നോ പിന്നെന്തോന്ന് റെസ്ലിങ്ങോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാസർഗോഡോ കോഴിക്കോടോ ഒക്കെ കൊണ്ട് നടന്നില്ലേ. കൊച്ചിൻ്റെ എത്ര ക്ലാസ്സാണ് പോയത് അല്ലേ? അന്നേ ഞാൻ പറഞ്ഞതാ ജൂഡോയ്ക്ക് ഒന്നും വിടരുതെന്ന്. പഠിത്തം പോയില്ലയോ? അതാണ് ഞാനും പറഞ്ഞത്. അതൊക്കെ നമ്മുടെ പേരൻസ് വേണം അതൊക്കെ ശ്രദ്ധിക്കാൻ. അതിനും ഇതിനുമൊക്കെ പിള്ളേരെ കൊണ്ട് ചേർക്കുമ്പോൾ ആലോചിക്കണം. 10ാം ക്ലാസ് ആയാൽ പഠിത്തം മാത്രം, അല്ലാതുള്ള ഓട്ടവും ചാട്ടവും എല്ലാം മാറ്റും. പിള്ളേരെങ്ങനെ പഠിത്തമൊന്ന് മാത്രം 10ാം ക്ലാസ് ആയി വിചാരിച്ച് പഠിത്തമൊന്ന് മാത്രം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും ഞങ്ങൾക്ക് താല്പര്യമില്ല. പിള്ളേർ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കണം. പിന്നെ ഈ വന്ന കാലത്ത് ജൂഡോയും റെസ്ലിങ്ങും ഒന്നും അത്ര കുറച്ച് കാണണ്ടായിരുന്നില്ല കേട്ടോ.
ഇപ്പം അതുകൊണ്ട് എന്താ അഡ്മിഷന് പോകുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. മാർക്കിന് മാർക്ക് വേണ്ടേ? അവിടെ പോയി ചൂട കാണിച്ച അഡ്മിഷൻ. അതുകൊണ്ട് എന്താ എൻ്റെ മോക്ക് ഞാൻ വേറെ ഒരു ആക്ടിവിറ്റീസിനും കൊടുത്തിട്ടില്ല, പഠിത്തം മാത്രം. അതുകൊണ്ട് എന്താ അവൾക്ക് ഫുൾ A+ കിട്ടിയില്ലയോ. ഇനിയിപ്പം +1 എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതെന്തായാലും പോട്ടെ. എന്തായാലും ബിന്ദു വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഇനിയിപ്പം വിഷമിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഇനി എങ്ങനെയായാലും +1 നേരത്തെ അഡ്മിഷൻ എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാനാണ് പറഞ്ഞത്. മോക്കിനിയും ഇത് A+ കിട്ടിയോണ്ട് വലിയ ഫ്ലെക്സ് ഒക്കെ അടിക്കണം. വീട്ടിൽ ചേട്ടൻ ഒരേ നിർബന്ധം 5-6 ഫ്ലെക്സ് ഒക്കെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പം A+ കിട്ടാത്ത പിള്ളേരൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഫ്ലെക്സ് അടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വൈകിട്ടൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് വീട്ടിൽ. അപ്പോൾ A+ കിട്ടിയതിൻ്റെ ഒരു ആഘോഷം. എല്ലാവരും ഒന്ന് വന്നേക്കണം കേട്ടോ. പിന്നെ അപ്പം അവരോട് പറയാനായിട്ടാണെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അത് തന്നെയല്ല, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്വീറ്റ്സ് കൊടുക്കാനുണ്ട്. ഇപ്പം അമ്മ അങ്ങ് വന്നേക്കണം കേട്ടോ. പ്രത്യേകിച്ച് അമ്മയോട് പറയുക, അങ്ങ് വൈകിട്ട് അങ്ങ് വന്നേക്കണം കേട്ടോ. ശരി വിമല, ഞങ്ങളും വന്നേക്കാം. ബിന്ദു ഈ സ്വീറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തേക്കണേ. കൊടുത്തേക്കാം. കണ്ടില്ലേ അവിടെ പൊങ്ങച്ചൻ? അവിടെ മോള് മാത്രമേ ഉള്ളൂ പഞ്ചായത്തിൽ പഠിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ എന്തൊക്കെയാണ് അവള് പറഞ്ഞത് നോക്കിക്കോ. അവിടെ മോക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോന് സയൻസിന് തന്നെ അഡ്മിഷൻ വാങ്ങിക്കും. എങ്ങനെയാണ്? ശരിയാണോളെ, നമുക്ക് മോന് അഡ്മിഷൻ വാങ്ങിക്കണം. അമ്മേ, മോൻ അഡ്മിഷൻ കിട്ടി കേട്ടോ. എങ്ങനെയാ മോളെ കിട്ടിയേ? ചേട്ടൻ ഇപ്പം വിളിച്ചു പറഞ്ഞ് അവന് ജൂഡോയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അതെയോ? അത് വെച്ച് അവന് സയൻസിന് തന്നെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ എന്തായാലും അതുകൊണ്ട് വിമല പോകുന്നുണ്ട് കേട്ടോ. അവൾ എൻ്റെ മോനെ കുറേ പറഞ്ഞതാ. അവൾക്ക് ഞാൻ 2 വർത്തമാനം പറഞ്ഞു ചെന്നിപ്പോൾ പോയി 2 വർത്തമാനം പറഞ്ഞേച്ചു മോളെ. വിമലേ, ഒന്ന് നിൽക്കണേ. ബിന്ദുവോ? ബിന്ദു വിശേഷം? മോക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു വിമലേ? അയ്യോ ഇല്ല, മോക്ക് അഡ്മിഷൻ കിട്ടിയില്ല ബിന്ദു. അതിൻ്റെ പുറകിലുള്ള ഓട്ടത്തിലാണ് ഞാൻ. അന്ന് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. അതിപ്പം അന്ന് ഫുൾ A+ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, പക്ഷെ കിട്ടിയില്ല. എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി കേട്ടോ. നിൻ്റെ മോനോ? നിൻ്റെ മോന് B+, C, A ഒക്കെ അല്ലേ ഉള്ളായിരുന്നു. നിൻ്റെ മോന് അഡ്മിഷൻ കിട്ടിയോ? വല്ല പാലർ കോളേജിലും ആയിരിക്കും. കൊമേഴ്സിനാണോ അതോ ഹ്യൂമാനിറ്റീസ് ആണോ? അല്ലല്ല, സയൻസിന് തന്നെ അഡ്മിഷൻ കിട്ടി. സയൻസിനോ? നിൻ്റെ മോനോ? അതെ, എൻ്റെ മോന് തന്നെ. അവന് സയൻസിന് തന്നെ അഡ്മിഷൻ കിട്ടി. അവന് ജൂഡോയ്ക്കും റെസ്ലിങ്ങിനും ഒക്കെ വിട്ടതിന് വിമല കുറേ പുച്ഛിച്ച് പറഞ്ഞല്ലോ. അത് തന്നെയാണ് അവന് അഡ്മിഷൻ കിട്ടാൻ കാരണമായത്. അവന് സ്റ്റേറ്റിൻ്റെ 2-3 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് വെച്ച് അവന് അഡ്മിഷൻ കിട്ടി. ആണോ? വിമല ഒരു കാര്യം മനസ്സിലാക്കണം. ആരും ചെറുതും വലുതൊന്നും അല്ല, മിടുക്കരും മണ്ടന്മാരായിട്ടൊന്നും ആരും ജനിക്കുന്നില്ല കേട്ടോ. ഓരോ കുട്ടികൾക്ക് ഓരോ കഴിവ് കാണും. അത് നമുക്ക് ആ കഴിവ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഭാവിയിലുണ്ടാവും. അതുകൊണ്ട് ജൂഡോയോ റെസ്ലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ആരെയും പുച്ഛിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികളെ. അത് മനസ്സിലാക്കിയ വിമലയ്ക്ക് കൊള്ളാം. പിന്നെ മോക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഇനി വല്ല പാലർ കോളേജിൽ നോക്കുന്നുണ്ടോ? അതോ ഇനിയും കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എന്തുവാ നോക്കുന്നേ? എന്നാലേ ഭയങ്കര മഴ വരുന്നത്. ഞാൻ എന്നാൽ പോട്ടെ ബിന്ദു, മോളൊറ്റയ്ക്കേ ഉള്ളു. ശരി എന്നാലേ.